ഗബ്രിയെയും ജാസ്മിനെയും മാറ്റി നിർത്തി അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ, അവർ തമ്മിലുള്ള സംഭാഷണം ഇതെല്ലാം കാണിച്ച് അതിനുശേഷം ഗബ്രി ശരിക്കും വിഷാദമൂകനായി. ജാസ്മിൻ കരച്ചിലും തുടങ്ങി. ആകപ്പാടെ മ്ലാനത എല്ലായിടത്തും തളം കെട്ടിക്കിടക്കുന്നു. രാത്രി മുഴുവൻ അവരിരുന്ന് പരസ്പരം സംസാരിക്കുന്നു. കരച്ചിലും ബേളവും മാത്രം, മിണ്ടുന്നില്ല. ഗബ്രി പവർ റൂമിൻ്റെ സ്വന്തം കട്ടിലേറ്റിരിക്കുന്നു. മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. അങ്ങനെ സംഭവബഹുലമായ കരച്ചിലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജാസ്മിൻ കൺഫെക്ഷൻ റൂമിൽ പോയി റസ്മിനൂടെ കൂടെ പോയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എനിക്ക് സൈക്കോളജിസ്റ്റിനെ ഓടിച്ചു കൊണ്ടുവരൂ. ബിഗ് ബോസ് അണ്ണൻ പറഞ്ഞ്, ഒന്നും പേടിക്കണ്ട, എല്ലാം ഓക്കെ ആവും. റസ്മിനും ജാസ്മിനൂടെ അവിടെ കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് ഗബ്രി തല കറങ്ങി വീണ് പാനിക് അറ്റാക്ക്. പിന്നെ ഗബ്രീനെ എടുത്തുകൊണ്ട് നേരെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ പോയി. അവിടുന്ന് സൈക്കോളജിസ്റ്റ് സംസാരിച്ച് സൈക്കോളജിസ്റ്റ് പറഞ്ഞ്